ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഇംഗ്ലീഷ് ചിത്രമായ ഡെൻ ഓഫ് തീവ്സ് പാർട്ട് 2ലേക്കാണ്, അല്ലെങ്കിൽ ഡെൻ ഓഫ് തീവ്സ് പാൻറ്റേറ എന്ന ചിത്രത്തിലേക്കാണ്. അപ്പോൾ ചിത്രം ഡെൻ ഓഫ് തീവ്സ് എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഗെറാർഡ് ബട്ട്ലറാണ് ഇതിലെ ഹീറോ. അദ്ദേഹത്തിനോട് ഓഷ്യ ജാക്സൺ ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഡയറക്റ്റ് ചെയ്ത ക്രിസ്റ്റ്യൻ ഗുഡ്ഗാസ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെയും ഡയറക്ഷൻ. ഇനി സിനിമയുടെ ഒരു വൺ ലൈൻ, ഒരു പ്ലോട്ടിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ബിഗ് നിക്ക് എന്ന് പറയുന്ന ജെറാർഡ് ബട്ട്ലർ പ്ലേ ചെയ്യുന്ന പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ കുറച്ച് ജ്യുവൽ തീഫ്സിനെ തേടി പോകുന്നു. അപ്പോൾ ആ ജ്യുവൽ തീഫ്സ് അവരെ പറയുന്നതാണ് പാന്തേഴ്സ് എന്നാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, 4-5 പേരുണ്ട്. അവർ സ്വന്തമായിട്ട് വിളിക്കുന്നതാണ് പാന്തേഴ്സ് എന്ന പേര്. അപ്പോൾ ഫ്രാൻസിൽ ഉള്ള വേൾഡ് ഡയമണ്ട് സെൻറ്ററിലേക്ക് അവർ കയറാൻ ശ്രമിക്കുകയാണ്, ഒരു ഹൈസ്റ്റ് നടത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ജെറാർഡ് ബട്ട്ലർ അവരെ ട്രേസ് ചെയ്ത് വരുന്നതും പിന്നീട് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ആക്ട്, സെക്കൻഡ് ആക്ട്, തേർഡ് ആക്ട് എന്നുള്ള നിലയിലേക്ക് ഒരു കുറച്ചും കൂടെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഡെൻ ഓഫ് തീവ്സ് ഫോളോ ചെയ്തിരിക്കുന്ന അതേ ഒരു മോഡൽ ഓഫ് എക്സിക്യൂഷനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് ഭയങ്കരമായ ആക്ഷൻ സീക്വൻസുകളോ അല്ലെങ്കിൽ ഭയങ്കരമായ സസ്പെൻസ് എലമെൻസോ ആദ്യമേ തന്നെ സ്ക്രിപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സിനിമയിലെ മെയിൻ ക്രക്സായിട്ടുള്ള സാധനങ്ങളെല്ലാം നടക്കുന്നത് അവസാനത്തെ ഒരു 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്. ഡെൻ ഓഫ് തീവ്സിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി കാണാൻ പോയ ഒരു സിനിമയായിരുന്നു ഡെൻ ഓഫ് തീവ്സ്. നമ്മൾ ഈ കബാലിയുടെ ടീസർ വന്ന പോലെയായിരുന്നു. ഭയങ്കര ആക്ഷൻ സിനിമ എന്നുള്ള ഒരു അഭിപ്രായത്തോടുകൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ട്രെയിലർ റിലീസ് ചെയ്തിരുന്നത്. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആക്ഷനൊക്കെ അവസാനത്തെ ഒരു 30-40 മിനിറ്റ്സിൻ്റെ അകത്ത് നിൽക്കുന്ന ആക്ഷൻസ് ആയിരുന്നു. അതുവരെ ക്യാരക്ടർ ബിൽഡിങ്ങിനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. ഇതിലും ഡെൻ ഓഫ് തീവ്സ് പാർട്ട് 2ലും അതേ രീതിയിലുള്ള എക്സിക്യൂഷനാണ്. അതായത് ക്യാരക്ടർ ബിൽഡിംഗ് ആണ് കൂടുതൽ ടൈം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഈ ഹൈസ്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡെൻ ഓഫ് തീവ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഡെൻ ഓഫ് തീവ്സ് പാർട്ട് 2വും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആ ഒരു സ്ലോ നറേഷൻ, അവസാനം ഒരു ബിൽഡപ്പ്, 2 നല്ല ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ട്. പക്ഷേ എക്സെപ്ഷണൽ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. ഇതിനൊരു പാർട്ട് 2 വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഏതാണ്ട് ഒരു 30 മില്യൺ ബഡ്ജറ്റിൽ പ്രൊഡക്ഷൻ തീരുകയും തിയേറ്ററിൽ വരുമ്പോൾ ഏതാണ്ട് ഒരു $80-85 മില്യൺ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തു. പിന്നെ സ്ട്രീമിങ്ങിൽ അത് വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ ആ ഒരു സക്സസ് തന്നെയാണ് ഈ സിനിമയിലും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് നോക്കുന്നത്. അതായത് ചെറിയ ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യുക, അത്യാവശ്യം നല്ലൊരു അനുഭവം തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകർക്ക് കൊടുക്കുക, പിന്നെ സ്ട്രീമിങ്ങിൽ വരുമ്പോഴും പിന്നെ നല്ലൊരു വാച്ച് എക്സ്പീരിയൻസ് കൊടുക്കുക. പക്ഷേ ഒരുപാട് വലിയ ആക്ഷൻ സീനുകളൊന്നും പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാനായിട്ട് കയറരുത്. ഈ പോസ്റ്ററിൽ ഗെറാർഡ് ബട്ട്ലർ തോക്കൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സീനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതിനും മാത്രമുള്ള ആക്ഷനൊന്നും ഈ പടത്തിലില്ല. അപ്പോൾ വലിയൊരു ആക്ഷൻ സിനിമ പ്രതീക്ഷിച്ച് ഇതിന് കയറാതിരിക്കുക. പ്രത്യേകിച്ചും ഡെൻ ഓഫ് തീവ്സ് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ലോ നറേഷൻ, എക്സിക്യൂഷനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് തിയേറ്ററിലേക്ക് പോകുക. കാരണം 10-250 രൂപ കൊടുത്ത് നമ്മൾ തിയേറ്ററിൽ പോയി ഒരു പടം കാണുന്നത്. അല്ലെങ്കിൽ സ്ട്രീമിങ്ങിന് വരുമ്പോഴത്തേക്കും കാണുക. അപ്പോൾ തീർച്ചയായും സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ ഫീഡ്ബാക്ക് പങ്കുവയ്ക്കുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.